മരുഭൂമിയിൽ ആടുജീവിതം നയിക്കുന്നവർക്ക് സഹായവുമായി യൂത്ത് ഇന്ത്യ കുവൈത്ത് രംഗത്തെത്തി. മരുഭൂമിയിൽ ആടിനെ വളർത്തുന്ന 100 തൊഴിലാളികൾക്ക് യൂത്ത് ഇന്ത്യ പ്രവർത്തകർ ഭക്ഷണവും കമ്പിളിയും അടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്തു. ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന കുവൈറ്റിലെ സാൽമി മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്കിടയിലാണ് യൂത്ത് ഇന്ത്യ പ്രവർത്തകർ കിറ്റ് വിതരണം ചെയ്തത്. കമ്പിളി, ഭക്ഷണ സാധനങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയാണ് കിറ്റിലുള്ളത്. വർഷങ്ങളായി പുറം ലോകവുമായി ബന്ധമില്ലാതെ ചെറിയ കൂടാരത്തിൽ കഴിഞ്ഞുകൂടുന്ന തൊഴിലാളികൾക്ക് കിറ്റ് ലഭിച്ചത് ആശ്വാസമായി. ഇത് തുടർച്ചയായ 2ാം വർഷമാണ് യൂത്ത് ഇന്ത്യ കുവൈറ്റ് ഇത്തരത്തിൽ കിറ്റ് വിതരണം ചെയ്യുന്നത്. ചെറിയ റൂമിൽ അവരുടേതായ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും അതോടൊപ്പം തന്നെ തണുപ്പിന് അതിജീവിക്കാൻ വരാൻ പോകുന്ന തണുപ്പ് എന്ന് വളരെ രൂക്ഷമായ തണുപ്പാണ്. 0 ഡിഗ്രി -ഡിഗ്രിയിലേക്ക് എത്തുന്ന തണുപ്പാണ് കുവൈറ്റിലെ, പ്രത്യേകിച്ച് ഡെസേർട്ടുകളിലെ തണുപ്പ്. അതിനുള്ള മുൻകരുതൽ എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളുമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടു കൂടിയുള്ള പ്രോജക്റ്റിൽ യൂത്ത് ഇന്ത്യ നടപ്പിലാക്കുന്നത്. ആന്ധ്ര, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനക്കാരും എത്യോപ്യ, സുഡാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യക്കാരുമാണ് സാൽമ മരുഭൂമിയിൽ ആടുജീവിതം നയിക്കുന്നത്. ഇവിടെ ഓരോ മേഖലകളിലേക്കും പോയി കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്യാമ്പ് കാണാം, അല്ലെങ്കിൽ ഒരു ടെന്റ് കാണാം. വീണ്ടും ഉള്ളിലേക്ക് പോയാൽ വീണ്ടും ടെന്റുകൾ കാണാം. ഒട്ടകങ്ങളെയും ആടുകളെയും കൂടെ ജീവിക്കുന്ന പുറലോകവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ്. പുറത്തു നിന്ന് വന്ന ആളുകളെ കണ്ടപ്പോൾ അവർ വളരെ സന്തോഷത്തിലാണ്. നമ്മോട് കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയൊക്കെ ചെയ്യും. വളരെ സന്തോഷത്തിലാണ് അവർ. ഇസ്മായിൽ പയ്യോളി, റിപ്പോർട്ടർ, കുവൈറ്റ്.